വളാഞ്ചേരി നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കാർത്തല ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വളാഞ്ചേരി നഗരസഭയിലെ 2024 മുതൽ 25 വരെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിയ കാർത്തല ജനകീയ ആരോഗ്യകേന്ദ്രം നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ നാടിന് സമർപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് അധ്യക്ഷത വഹിച്ചു. പേരിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പ്രിയ സുഹൃത്ത് ഒക്കെ നിർമ്മിച്ചതുമൊക്കെ നമുക്ക് വില കൂടിയ സ്ഥലങ്ങളിൽ ചില സഹോദരന്മാരുമൊക്കെ നമുക്ക് സ്ഥലം സൗജന്യമായിട്ട് വിട്ടു നൽകിയത് കൊണ്ടാണ്, ചില കുടുംബങ്ങൾ നമ്മോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യരംഗത്ത് നേടാൻ കഴിയും. നമ്മുടെ സബ് സെന്ററുകളടക്കം ഏകദേശം ഒരു ദിവസം 2000-ഓളം ആളുകൾ ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ ഈ വിവിധ സ്ഥാപനങ്ങളിലായിട്ട് ഒരു ദിവസം സേവനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അർബൻ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലയുടെ പ്രോഗ്രാം ഓഫീസറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഒക്കെ പറഞ്ഞതെന്നാണ്, നമ്മൾ ഇതുപോലെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വന്നിട്ട് അവർക്കുള്ള ബോധവൽക്കരണവും മറ്റുള്ള കാര്യങ്ങളും രോഗം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേതൃപരമായിട്ടുള്ള ഒരു പങ്കാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ അവരെ അവിടെ വരാതിരിക്കാൻ, ഒരു ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നാടിന് അഭിമാനം. ഒരു നാട്ടിലൊരു 100 ആളുണ്ടെങ്കിൽ 90 ആളും രോഗവും മറ്റുമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമുള്ള ഒരു പ്രദേശമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റു സ്ഥലങ്ങളിലൊക്കെയുള്ള ഭീകരമായിട്ടുള്ള വൈറസും മറ്റുള്ള കാര്യങ്ങളും അടക്കമുള്ള രോഗങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ വളരെ ചുരുക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മെഡിക്കൽ ഓഫീസർ, നമ്മുടെ ജയച്ചൈമാർ, എച്ച്ഐമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നിരന്തരമായിട്ടുള്ള അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് ജാഗരൂകരായിട്ട് അത്തരമൊരു എന്തെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാലോ, നമുക്ക് 7.70 സെന്റ് സ്ഥലത്ത് 2000 ചതുരശ്ര അടിയിൽ ഇരുനില കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെയിറ്റിംഗ് ഏരിയ, ജനറൽ ഹാൾ, ക്ലിനിക് കം ഓഫീസ്, കുത്തിവെപ്പ് റൂം, സ്റ്റോർ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചുങ്കത്ത് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മൂടാൽ ഗൈപ്പുര ബൈപ്പാസ് റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായി ആരോഗ്യ കേന്ദ്രം ജനങ്ങൾക്ക് എത്തിച്ചേരാൻ പ്രയാസപ്പെടുന്ന സ്ഥിതിയിലും സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലവും പഴയ കെട്ടിടം പൊളിച്ച് ആധുനിക രീതിയിൽ പുതിയ കെട്ടിടം നിർമ്മാണം നടത്തിയത്. മെഡിക്കൽ ഓഫീസർ നസീറ ചെറുവക്കത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CM റിയാസ്, മുജീബ് വാലാസി, കൌൺസിലർമാരായ ഷിഹാബ് പാറക്കൽ, ആബിദ മൻസൂർ, ബദരിയ മുനിർ, PP ഷൈജ, അസിസ്റ്റന്റ് എഞ്ചിനീയർ R പ്രഭാവതി, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായ രാജൻ മാസ്റ്റർ, TP ഇബ്രാഹിംകുട്ടി, മുഹമ്മദ് ഹാജി, ഷാപ്പി മാസ്റ്റർ, കൃഷ്ണകുമാർ, പവിത്രൻ മാസ്റ്റർ, മൈമൂന, JHI ബീരാൻകുട്ടി, JPHN സജ്ന, ആശ വർക്കർ പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.